തബ്നയിൽ കണ്ട് കടലക്കറി ഉണ്ടാക്കാനല്ലേ നിങ്ങളിത് കണ്ട്? എന്നാൽ ഞാൻ പഠിപ്പിച്ചു തരാം. 3 ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് സൂപ്പറായിട്ടുള്ള കടലക്കറി എങ്ങനെ ഉണ്ടാക്കുകയെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ കണ്ട ഇൻഗ്രീഡിയൻസ് കുക്കറിലിട്ട് മുങ്ങുന്ന വരെ വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് സോക്ക് ചെയ്യുക. എന്നിട്ട് പ്രഷർ കുക്ക് വയ്ക്കുക. 6 വിസിൽ. ഞാനിതിന് വെച്ചിരിക്കുക 6 വിസിൽ. കടലക്കറിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ മസാല മിക്സാണ്. ആദ്യം മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇത് 5ഉം മസ്റ്റാണ്. ഞാൻ പറഞ്ഞ ക്വാണ്ടിറ്റി തന്നെ എല്ലാം ടീസ്പൂണിൻ്റെ അളവാണ്. പിന്നെ ഇങ്ങനെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇങ്ങനെ ബോൾ പോലെ ഒരൽസ് ഇങ്ങനെ മിക്സ് ചെയ്ത് വയ്ക്കുക. ഞാൻ മീൻ വൈൽ അവിടെ പ്രഷർ പോവും. ഞാൻ ഇതിന് ഉപയോഗിക്കുന്നത് 1½ ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ്. നോർമൽ എണ്ണയാണെങ്കിലും ഉപയോഗിക്കാം, പക്ഷേ കോക്കനട്ട് ഓയിൽ ഇതിന് നല്ല ടേസ്റ്റ് കൊടുക്കും, മസ്റ്റാണ്. പിന്നെ നിങ്ങളുടെ പ്രിഫറൻസ്. പിന്നെ കടുക് പൊട്ടിക്കുക, ഷാലറ്റ് ചെറിയ ഉള്ളി ആഡ് ചെയ്യുക. ചെറിയ ഉള്ളി നല്ല ടേസ്റ്റ് തരും. കറി ലീവ്സ് ഒരു മസാലക്കറിക്ക് നല്ല ടേസ്റ്റ് തരും. ഇത് രണ്ടും മസ്റ്റാണ്. ഇതൊക്കെ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുകയാണെങ്കിൽ കടലക്കറിയും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. നല്ലോണം മതക്കിയെടുക്കുക. ഞാനിത് രണ്ടാൾക്കുള്ള ഒരു നേരത്തിന് 2 ആൾക്കുള്ള ഇൻഗ്രീഡിയൻസാണ് ഞാൻ ഈ കാണുന്നത്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല ആ എണ്ണയിൽ തന്നെ ഇട്ട് ഫസ്റ്റ് ഷാലോ ആയിട്ട് ഒന്ന് സ്ലോ ഫ്ലെയിമിൽ വറക്കുക. മസാല കരിഞ്ഞു പോകരുത്, മസ്റ്റ്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതിൽ തന്നെ നല്ലോണം മസാലയുടെ ഒരു റോ സ്മെല്ല് പോകുന്നവരെ ഇങ്ങനെ ഇളക്കി കുറുക്കിയെടുക്കുക. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു കടലക്കറിയുടെ സിമ്പിൾ പ്രോസസ്സ്. മീൻവെയിൽ ഞാൻ അവിടെ പുട്ട് റെഡിയാക്കുന്നു. പൊട്ടുപാത്രം കൊണ്ട് ചിരിക്കരുത്, അതെൻ്റെ മമ്മിയുടെ കാലത്തിലുള്ള പൊട്ടുപാത്രമാണ്. അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ് ജീവിതം. പിന്നെ പ്രഷർ പോയതിനും ഈ കണ്ട സാധനമൊക്കെ ഈ പരുവത്തിലായിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇനിയും കുഴഞ്ഞു വേണം. ഞാനൊരു വാട്ടറി കൺസിസ്റ്റൻസിയിൽ കഴിക്കുന്ന ആളാണ്. നിങ്ങൾക്ക് കുഴഞ്ഞു വേണം, ഗ്രേവി നല്ല കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ 8 വിസിലാക്കുക. ഫുൾ പ്രഷർ പോവുക, എന്നിട്ട് കൊട്ടുക. പിന്നെ ഇതെല്ലാം മിക്സ് ചെയ്ത് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് 3 മിനിറ്റ്സോളം നമ്മൾ ക്ലോസ് ചെയ്ത് വയ്ക്കണം. സോ മീൻ വൈൽ മസാല നല്ലോണം പിടിച്ച് കുറുകി വരും. അടച്ച് വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. സോ മീൻ വൈൽ സ്മെല്ലൊന്നും പോവില്ല. സോ ഈ പരുവത്തിലായിരിക്കും കടലക്കറിയുടെ കൺസിസ്റ്റൻസി. നിങ്ങൾക്ക് കുറുക്കി വേണമെങ്കിൽ കുറുക്കിയെടുക്കാം. ഒരു ബേസിക് ആയിട്ടുള്ള തിങ്. പിന്നെ മീൻ വൈൽ അവിടെ പുട്ട് റെഡി ആയിട്ടോ. ശരിക്കും എൻ്റെ എന്താ പറയുക, ആ പാത്രത്തിൽ അതിൻ്റെ ചില്ല് മിസ്സായിപ്പോയതാണ്. അതുകൊണ്ടാണ് ഈ കാണുന്ന സംഭവങ്ങളൊക്കെ ഞാനാണ് ചെയ്യുന്നത്. പിന്നെ പുട്ട് വന്നു, പകുതി പിന്നെ ചില്ലല്ലാത്തത് കാരണം പൊട്ടിപ്പോയി. ഇത് ബേസിക്കായിട്ട് ബിഗിനേഴ്സിന് നമ്മൾ ചെയ്യുന്ന ഒരു കടലക്കറിയാണ്. മാക്സിമം 15 മിനിറ്റ്സ്.